അൽഹംദുലില്ലാഹ്. ഇത് നിങ്ങളെ ജീവിതത്തിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഇന്നെ വന്ന് തല്ലിക്കൊളിങ്ങൾ. പക്ഷേ കയ്യിനെന്തേ പറ്റുന്ന നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം നേരത്തെ ഇറച്ചി കമ്മിയുള്ള ആളാണ് ഞാൻ. ഇനി അതല്ല, അതിനെങ്ങാണ് ടോപ്പായിട്ടുള്ള ഒരു രൂപ നിങ്ങൾ ആരെങ്കിലും എനിക്ക് സമർപ്പിച്ച് തന്നാൽ 2 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തരും. 100% റിസൾട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഗുളിക 2 കുടിക്കാൻ തയ്യാറാണ്. 1 കുടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യമാരിൽ കൂടി നിങ്ങളെ കണ്ണ് കുളിർമയാക്കി. 2ാമത്തെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ 4 പെണ്ണിട്ടിയാലും ഉള്ള പെണ്ണുങ്ങൾ നിങ്ങളടുത്ത് തെറ്റിപ്പോയില്ല. മക്കളിൽ കൂടെ കണ്ണ് കുളിർമണ്ടായിത്തീരും. അതുകൊണ്ട് ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇവിടെ ആദ്യം അവതരിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇത് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് സമൂഹത്തിൽ ഒരു പെണ്ണ് കെട്ടിയിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയുന്നില്ല. ശരിക്കും ശ്രദ്ധിച്ചോളി. കാരണം ബ്രെയിൻ ഒന്ന് വൈഡാക്കി വെക്കണം, എന്തെങ്കിലും ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഇറങ്ങുള്ളൂ. ഞാൻ നിങ്ങളുടെ തമാശ രൂപത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. നമ്മൾ നല്ലോണം ഇഷ്ടപ്പെട്ടതിൻ്റെ മുകളിലാണ് പെണ്ണിനെ കെട്ടാൻ തയ്യാറായി. നമ്മളെക്കൊണ്ട് ആരും കെട്ടിച്ചതല്ലല്ലോ, നമ്മളെന്നോളം മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശാരീരികമായിട്ട് അവളോട് നമുക്ക് 100% യോജിപ്പുണ്ട് എന്നുള്ളൊരു പ്ലസ് മാർക്കോടെ വന്നു. പിന്നെ മാനസികമായിട്ടുള്ള വിയോജിപ്പിൻ്റെ മുകളിലാണ് ഇത്രയും വിദൂരത്തായത്. ഇത് പെരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട് വന്ന അപാകതകളാണ് 100%. ഈ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ 100% ഇൻഷാ അല്ലാഹ് നബിമാരെ ഭാര്യമാരിൽ കൂടി മൊത്തം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ കണ്ണ് കുളിർമായിരുന്നു. ഈ കണ്ണ് കുളിർമാകുക എന്നുള്ളതിൽ കൂടെ അത് ബോഡിയായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, ശരിക്കും ശ്രദ്ധിക്കണം. അതായത് നമസ്കാരത്തിൽ കൂടെ കണ്ണ് കുളിർമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല. അതിന് അത്രയും പവറുള്ള ഇമാമാണ്, എന്തെങ്കിലും ആസ്വദിക്കാൻ കഴിയും. അതും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട അമലാണ്. അതേപോലെ തന്നെ അത്തറിൻ്റെ വിഷയത്തിന് അതേ വിഷയം തന്നെ വരും. അത്തരം ബോഡിയായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് മനസ്സിലേക്ക് ബന്ധപ്പെട്ടത്. 3ാമത്തെ വിഷയം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. 3ാമത്തെ എനിക്ക് ഏറ്റവും എൻ്റെ കണ്ണ് കുളിർമാക്കുന്നത്, അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭാര്യമാരാണ്. നിങ്ങൾ ഏറ്റവും ഉത്തമർ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്നുള്ള പറഞ്ഞു. അവിടുന്നാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്. സർട്ടിഫിക്കറ്റ് അല്ലാഹു തആല അംഗീകരിക്കില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് തെർബിയത്ത് കിട്ടുന്ന നിർബന്ധം. അത് ഈ സൈക്കിളിൽ പോകാനാണെങ്കിലും അതൊന്നും പ്രാക്ടിക്കൽ കിട്ടാതെ തിയറി കൊണ്ട് മാത്രം സൈക്കിളിൽ പോകാൻ കഴിയില്ല. ഇതേപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുണനിലവാരം ഉണ്ടാക്കിയെടുക്കേണ്ട സ്ഥലം അതിന് വെച്ച പ്ലാറ്റ്ഫോമും ഭാര്യനെയാണ് അല്ലാഹു തആല ഉത്തരവാദിത്തം. അതാണ് എനിക്ക് കിടക്കുന്ന ഏറ്റവും വലിയ വിഷയം. ഇനി അഥവാ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പം അതിലുള്ള മറച്ചു വെച്ച സംഗതികൾ, അവൻ്റെ അടുത്തുള്ള കള്ളത്തരങ്ങളും മൂടി വെച്ചിട്ടാണ് ഈ പെണ്ണുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം അവൻ്റെ തനി സ്വഭാവം മനസ്സിലായപ്പോൾ ഒരൊറ്റ വിടൽ വിട്ടത്. ഇനി അത് ആർക്കും കൂട്ടാൻ കഴിയില്ല.